കേരളത്തിലെ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള അവഗണനകൾക്ക് UDF അധികാരത്തിലെത്തിയാൽ ശാശ്വത പരിഹാരം കാണുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിൽ സംഘടിപ്പിച്ച ദളിത് ക്രൈസ്തവ സഭാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ദളിത് ക്രൈസ്തവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സർക്കാർ ഈ വിഭാഗത്തെ അവഗണിക്കുകയാണെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. സമുദായം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്ന വിപുലമായ നിവേദനം കൗൺസിൽ ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവിന് കൈമാറി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ നിലപാട് വലിയ ചർച്ചകൾക്ക് വഴിതെളിയിക്കുമെന്ന് ഉറപ്പാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ചവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സംവരണ ആനുകൂല്യങ്ങളുടെ അഭാവമാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തുന്നതോടെ ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നു എന്നത് ദീർഘകാലമായുള്ള പരാതിയാണ്. ക്രൈസ്തവരായതിന്റെ പേരിൽ മാത്രം ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടയപ്പെടുന്നത് നീതി നിഷേധമാണെന്ന് VD സതീശൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന നിസ്സംഗത അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDF എക്കാലത്തും പിന്നാക്ക വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള മുന്നണിയാണെന്നും സതീശൻ അവകാശപ്പെട്ടു. ദളിത് ക്രൈസ്തവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായുള്ള പ്രത്യേക പാക്കേജുകൾ പരിഗണിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സമുദായത്തിനുള്ളിലെ ഐക്യവും അവകാശ പോരാട്ടങ്ങളും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ നിരന്തരം ഉന്നയിക്കാറുണ്ടെന്നും വരും ദിവസങ്ങളിൽ സഭയ്ക്ക് അകത്തും പുറത്തും ഈ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വിവിധ സഭാ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ബിഷപ്പ് തോമസ് മാവുങ്കൽ, ബിഷപ്പ് ഡോക്ടർ ജോർജ് ആറ്റിൻകര എന്നിവർ സമുദായം നേരിടുന്ന ആത്മീയവും സാമൂഹികമായ വെല്ലുവിളികളെ കുറിച്ച് സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും ദളിത് ക്രൈസ്തവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നതായിരുന്നു നിവേദനത്തിലെ പ്രധാന ചൂണ്ടിക്കാട്ടൽ. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്ന ആവശ്യവും ഉയർന്നു. സണ്ണി കാനിരം, കേണൽ ജേക്കബ് ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയമായ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ആത്മീയ നേതാക്കളായ അനിയൻ കെ പോൾ, ഫാദർ ജോസ്കുട്ടി ഇടത്തിനകം എന്നിവർ സമുദായ അംഗങ്ങളുടെ മാനസികവും സാമൂഹികവുമായ ഉന്നമനത്തിനായി സഭകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിവരിച്ചു. പാസ്റ്റർ ജോസഫ് ടി സാം, പാസ്റ്റർ സാംസ്കുട്ടി കെ പോൾ എന്നിവർ പ്രസംഗത്തിൽ ദളിത് ക്രൈസ്തവ യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ പ്രത്യേക പദ്ധതികൾ വേണമെന്നാവശ്യപ്പെട്ടു. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വിഭാഗമാണ് ദളിത് ക്രൈസ്തവർ. അതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ നിരീക്ഷകർ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. പാസ്റ്റർ ജേക്കബ് കെ ഡാനിയൽ, റവറൽ സുശീൽ സൈമൺ എന്നിവർ വിശ്വാസ സമൂഹത്തിന്റെ ഐക്യദാർഢ്യം യോഗത്തിൽ പ്രഖ്യാപിച്ചു. നിവേദനത്തിലെ ഓരോ ആവശ്യവും അടിയന്തരമായി പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് അവർ പറഞ്ഞു. ജേക്കബ് ജോസഫ്, ജെയിംസ് ഇലവുങ്കൽ, KP പോൾ തുടങ്ങിയ നേതാക്കൾ യോഗത്തിന് നേതൃത്വം നൽകി. വരും മാസങ്ങളിൽ ജില്ലകൾ തോറും ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ദളിത് ക്രൈസ്തവർക്ക് OBC വിഭാഗത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അപര്യാപ്തമാണെന്ന വികാരം യോഗത്തിൽ പൊതുവെ ഉയർന്നു വന്നു. ഇവർക്ക് പട്ടികജാതി പദവി നൽകണമെന്ന ദീർഘകാല ആവശ്യം UDF ഗൗരവമായി പരിഗണിക്കും. നീതി ലഭിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ കൗൺസിലിന്റെ തീരുമാനം. ഇതിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ VD സതീശൻ വാഗ്ദാനം ചെയ്തു. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കേരളത്തിന്റെ സമഗ്ര പുരോഗതി സാധ്യമാകില്ലെന്നും യോഗം വിലയിരുത്തി. ദളിത് ക്രൈസ്തവ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. സമ്മേളനം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയും സാമൂഹിക ബോധത്തോടെയുമാണ് സമാപിച്ചത്. വരും ദിവസങ്ങളിൽ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ ഈ വിഭാഗത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ.